ഹലോ കൂട്ടുകാരെ, ക്രിസ്മസ് ഒക്കെ ഇങ്ങ് അടുത്തെത്താറായില്ലേ? അപ്പോൾ നമുക്കൊരു താറാവ് കറി വെച്ചാലോ? അപ്പോൾ അതിനായിട്ട് ഒരു 1.5 കിലോ ഉള്ള ബ്രോയിലർ താറാവാണ്, കടയിൽ നിന്നും വാങ്ങിയതാണ്. അപ്പോൾ അത് എൻ്റെ അമ്മയാണ് കറി വെക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ കട്ട് ചെയ്ത് കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്ന ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മളൊന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കുന്നുണ്ട്, ഒരു ഏകദേശം ഒരു 15 മിനിറ്റ്. പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പിലയും വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ സവോള ഒരു 1.5 കിലോ ഉള്ളതുകൊണ്ട് നമുക്കൊരു 6 മുഴുത്ത സവോളയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാൻ ചെറിയ ചെറിയ സവോളകളാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ ചതച്ച് വാരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോഴേക്കും കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂട്ടെല്ലാം കൂടി അതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ട്രാൻസ്പെറൻറ്റ് പരുവായി വന്നപ്പോഴേക്കും നമ്മൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തൊന്ന് നമ്മൾ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ താറാവുണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ വഴന്ന് വന്നപ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് നമ്മുടെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ താറാവ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തൊലി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് നമ്മളുടെ ഈ സവോളക്കൂട്ടിലേക്ക് ഒന്ന് ഇട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചെറു തീയിലൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പം അതിലേക്ക് വെള്ളമെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു തുള്ളി പോലും വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന വെള്ളമെല്ലാം കൂടെ ഒന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് നോക്കിയപ്പോഴേക്കും കണ്ടോ, നമ്മുടെ ആ നെയ്യെല്ലാം അങ്ങനെ അതിലേക്ക് ഇറങ്ങി നല്ലൊരു ഇതായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് ചെറുതീയിൽ തന്നെ മൂടി വെച്ച് കണ്ടോ കഴിക്കാൻ തോന്നുന്നില്ലേ? നല്ല അടിപൊളി താറാവ് കറിയാട്ടോ, നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതായത് ഏകദേശം ഒരു 50 മിനിറ്റ് ഇതിന് വേവുണ്ടായിരുന്നു. ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ മീറ്റ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾ പോയി നോക്കിയാൽ മതി. കണ്ടോ, നല്ല അടിപൊളി താറാവ് കറിയാണ്. ഇനി ഞങ്ങൾ അത് തീ ഓഫ് ചെയ്തിട്ട് അതിനകത്തൊരു 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇട്ടാൽ മതി. ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, കാരണം നമ്മുടെ താറാവ് ഏകദേശം ഒരു പെരളൻ പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്.